ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. ഇയർഫോൺ ഇല്ലേ, ബ്ലൂടൂത്ത് ഇയർഫോൺ, അതിൻ്റെ ഒരു അൺബോക്സിങ്. അപ്പോൾ ഇതാണ് എൻ്റെ കവർ. ഷോപ്പ് ക്ലൂസിനാണ് കാണിച്ചത്. ഇതാണ് ബോക്സ്. ഞാൻ തുറക്കാം. ഇത് ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, പിന്നെ അതെങ്ങനെ ചാർജ് ചെയ്യണത്, അതിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ ആവശ്യമില്ല. ഇന്നലെ ആവശ്യമില്ല. പിന്നെ ഇത് ഇതിൻ്റെ ചാർജർ കണക്ഷൻ, ഇതിൻ്റെ പോർട്ട് കണക്ട് ചെയ്യാം. ലൈറ്റൊക്കെ എത്തുന്നുണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇത് മാഗ്നറ്റാണ്. ബട്ടൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ പോവാ. ഞാൻ ഇതിൽ ഇത് ഓൺ ചെയ്ത് ടാബിൽ ബ്ലൂടൂത്ത് ഇതിൽ ഞാനിപ്പോൾ നേരത്തെ തന്നെ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓൺ ചെയ്യാം. പിന്നെ കത്തിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വെറുതെ ബ്ലൂ ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാം. മറ്റേ ഇതിൻ്റെ ചാർജൊക്കെ കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാണിച്ചു തരാം. അത് മാക്സിലാക്കാം, അതുകൊണ്ട് കേൾക്കാം. നമുക്ക് വോളിയം കുറയ്ക്കാം. വോളിയം ഇനി ഓഫ് ചെയ്യണമെങ്കിൽ വെറുതെ ഞെക്കിയാൽ മതി. ഓഫ് ആയി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നല്ല സൂപ്പർ സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ്. വാങ്ങുക, നല്ല സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ പവർ ഓൺ എന്ന് പറയും. ഇപ്പോൾ പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ പവർ ഓഫ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസോട്ട് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റഡ് എന്ന് പറയും. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത് ഞെക്കി, ഇതാണ് സെക്കൻഡ് ബട്ടണാണ് ഇത് ഓൺ ഓഫ്. ഇത് ഞെക്കി പിടിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു 5 സെക്കൻഡ് അതിൽ എഴുതി കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞ് 5 സെക്കൻഡ് ഞെക്കി പിടിക്കുക. അപ്പോൾ ഓണായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം നേരത്തെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. ഇതിപ്പോൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെയും ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിൽ നമുക്ക് വോളിയം ഒക്കെ കണക്ട്, ബട്ടൺസൊക്കെ
ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ കോളിംഗ് ഫംഗ്ഷൻ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഇവിടെ മൈക്രോഫോൺ അതായത് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനുള്ള സംഭവം. ചാർജ് ഇവർ പറയുന്ന ചാർജിങ് 2 മണിക്കൂറാണ് ചാർജ് ചെയ്യാൻ പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ അരമണിക്കൂർ ചാർജ് ചെയ്തുള്ളൂ. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ അത്രയും ചാർജ് ചെയ്തുള്ളൂ. ഇത് മാഗ്നറ്റാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഭയങ്കര ഈസി ഹാൻഡ്ലിങ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങാം. സൂപ്പർ സാധനം, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങളത് വാങ്ങാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഫീൽ ഫ്രീ ടു ഡു ദാറ്റ് ആൻഡ് സപ്പോർട്ട് മീ. So bye.